നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളെ മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് സ്കിന്നിന്റെ ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, ഇനി ഡ്രസ്സിംഗ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, ആക്സസറീസ് ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, ഏതിനാണെങ്കിലും അറ്റ്ലീസ്റ്റ് 3 മാസമാണ് നമുക്ക് അതിനു വേണ്ടി വേണ്ടത്. ഈ 2024 കഴിയാൻ വേണ്ടിയിട്ട് ഇനി 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ നമുക്ക് മാക്സിമം ചേഞ്ച് വരുത്താം. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ 2025 ഒരു പുതിയ മനുഷ്യനായി പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു വീനാസ് യൂണിവേഴ്സിറ്റി. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ എന്നെ ഞാൻ കാണാതിരുന്ന ഒരാളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്നെ എല്ലാവരും കാണണമെന്നും കേൾക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്ന ഒരാളും കൂടിയാണ്. പല പല കാര്യങ്ങൾ കൊണ്ട് എനിക്ക് എന്ത് ഡിസിഷൻ എടുക്കുന്ന സമയത്തും അതിൻ്റെ അകത്ത് ഒരു സെൽഫ് ഡൗട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് എന്തൊരു ടേക്ക് എടുക്കാനും മുന്നോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് മൊത്തത്തിൽ അതിലുള്ളൊരു ധൈര്യമില്ലായ്ക ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ സ്കിന്നിൻ്റെ കാര്യം എടുക്കാം. സ്കിന്നിൻ്റെ കാര്യത്തിൽ ആക്ച്വലി എനിക്കൊരു ടേക്ക് എടുക്കണമെന്ന് തോന്നിയിട്ടുള്ളത് ഞാൻ സ്കിന്നിനെ പറ്റി അത്യാവശ്യം അവെയർ ആയപ്പോഴാണ്. എൻ്റെ സ്കിൻ ആക്ച്വലി ട്രാൻസ്ഫോം ചെയ്ത് വരുന്നത് ഞാൻ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ കാര്യത്തിൽ കുറച്ചും കൂടി കൺസേൺഡ് ആവുകയും ഇതിനകത്ത് എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അതിന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുകയും അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസും മെഡിസിൻസും എടുക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് പിമ്പിൾസ് ഫേസിലുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ഈ മൗത്തിന് ചുറ്റും, അതായത് ഈ വായ്ക്ക് ചുറ്റും കുറേ ഡാർക്ക്നെസ് ഉള്ളവർ അല്ലെങ്കിൽ അണ്ടർ ഐ ഡാർക്ക്നെസ് കൂടുതലായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർ ആദ്യം പോയി ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അയൺ ഡെഫിഷ്യൻസി ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. ഈ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഏത് തരം സ്കിൻ കെയർ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ബിക്കോസ് ഈ ഡെഫിഷ്യൻസി ആയിരിക്കും അല്ലെങ്കിൽ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വേറെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. ഈ പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലെങ്കിലും ഇതുവരെ നിങ്ങൾക്കൊരു സ്കിൻ കെയർ റുട്ടീൻ ഇല്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ. ഇതിൽ നിങ്ങൾക്ക് സംശയം വരാവുന്ന ഒരു കാര്യമാണ് ടോണർ യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾക്കൊരു പേർപ്പസ് ഇല്ലെങ്കിൽ വെറുതെ ഒരു ടോണർ യൂസ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യണമെന്നില്ല. ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ, അതായത് ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും സൺസ്ക്രീനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതാരും ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ജെൻസിനാവാം, ലേഡീസിനാവാം, കുട്ടികൾക്കാവാം, ആർക്കും ആയിക്കോട്ടെ, സൺസ്ക്രീൻ സ്റ്റാർട്ട് ചെയ്തോളുക എന്നുള്ളതാണ്. ഇനി അതല്ല, പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്കുണ്ട്, പക്ഷേ ചെറിയ ചെറിയ കൺസേൺസുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചെറുതായിട്ട് വരുന്ന ഓപ്പൺ പോഴ്സ്, ചെറുതായിട്ട് റിങ്കിൾസ് വന്ന് തുടങ്ങി എന്നുള്ള സംശയമുള്ളവർ, ചെറിയ ബംസ് വരുന്നുണ്ട്, അത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്, അങ്ങനെയുള്ളവർ ആക്ച്വലി ആക്റ്റീവ്സ് ആയിട്ട് സിറം ടൈപ്പിൽ എന്തൊക്കെ നിങ്ങളുടെ സ്കിന്നിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് നോക്കുക. ഇപ്പോൾ സിറംസിനെ പറ്റി ആക്ച്വലി തീരെ അറിയാത്തവരാണെങ്കിൽ, ഏത് സിറംസ് ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ഏത് സ്കിൻ കൺസേൺസിന് എന്നറിയാത്തവരാണെങ്കിൽ, ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷന് ഞാൻ എടുത്ത ടേക്കാണ്. എൻ്റെ ബോഡിക്ക് വെയിറ്റ് ലോസ് ആവശ്യമുണ്ട് എന്ന് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ ഒരു ടേക്ക് എടുത്തത്. അതല്ലാതെ എന്നെ ആരൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും എത്ര ഫോഴ്സ് ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ ഒരുപാട് പേരൊക്കെ ചിലപ്പോൾ നിങ്ങളെ അതിൻ്റെ പുറത്ത് കളിയാക്കിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ പേരൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും അവരെ ഒന്നും നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അൺലെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് തോന്നുന്നത് വരെ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള ടേക്ക് ഇമ്മീഡിയറ്റ്ലി എടുക്കുക എന്നുള്ളതാണ്. ആൻഡ്
എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം അതിനകത്ത് മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഷുഗർ തന്നെയാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പലപ്പോഴായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഷുഗർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം നമ്മൾ ശീലിച്ചു പോയതാണ് ഷുഗർ കഴിക്കുക എന്നുള്ളത്. ആ ശീലം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് മാറ്റാൻ പറ്റുന്നതല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ക്രേവിങ്സ് വീണ്ടും തിരിച്ചു വരാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷുഗറിൽ നിന്ന് ഷുഗറിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം കുറയ്ക്കുന്നതായിരിക്കണം നിങ്ങളുടെ അടുത്ത 3 മാസത്തെ ടാർഗറ്റ്. അതിൻ്റെ കൂടെ എന്ത് ഫുഡ് കഴിച്ചാലും ആ ഫുഡിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് കാണാൻ പറ്റും. എന്തൊക്കെ ഫുഡ് എത്ര അളവിൽ കഴിക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുള്ളത് ഉറപ്പാണ്. തേർഡ് ടേക്ക് ഞാൻ എടുത്തത് എൻ്റെ സ്റ്റൈലിംഗ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ മുമ്പ് എങ്ങനെയാണോ നടന്നിരുന്നത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ആദ്യമൊക്കെ വരുത്തിയിരുന്ന ചേഞ്ച് എൻ്റെ ഹെയറിലായിരുന്നു. അത് പിന്നീട് നമ്മൾ ചെയ്യുന്ന മേക്കപ്പിലേക്കും നമ്മുടെ ഡ്രസ്സിങ്ങിലേക്കും നമ്മളുടെ ആക്സസറീസിലേക്കും കൂടി വരുത്തിയപ്പോഴാണ് എനിക്കൊരു കംപ്ലീറ്റ് ചേഞ്ച് കിട്ടിയത്. ബിക്കോസ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന റിസൾട്ട്. അതായത് ഇപ്പം വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ മേ ബി കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. പക്ഷേ ഹെയർ കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ നിങ്ങളൊരു ചേഞ്ച് ആഗ്രഹിച്ചിട്ട് പോയിട്ട് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം പഴയതുപോലെ തന്നെ മുടി കെട്ടാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഹെയർ കട്ട് ചെയ്തത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതേപോലെ തന്നെ ഡ്രസ്സിങ്ങിൽ ഒരു ചേഞ്ച് വരുത്തണം നല്ല ആഗ്രഹമുണ്ട്. ഡ്രസ്സിങ്ങിൽ ചേഞ്ച് വരുത്തി, പക്ഷേ ഡ്രസ്സിങ്ങിൽ മാത്രം ചേഞ്ച് വരുത്തിയിട്ട് പഴയതുപോലെ തന്നെ മുടി കെട്ടുകയും പഴയതുപോലെ തന്നെ ആക്സസറീസ് ഇടുകയും പഴയതുപോലെ തന്നെ ഫുഡ് വെയർ ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പിയറൻസിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് എൻക്ലോത്ത് കോഗ്നിഷൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് സൈക്കോളജിയിൽ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രസ്സപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുമെന്നുള്ളതും നിങ്ങൾ തന്നെ ഒരു പെർസീവ് ചെയ്യുന്ന രീതിയും മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന രീതിയും മാറും എന്നും ഉള്ളതാണ്. കുറച്ച് റൂറൽ ഏരിയയിലുള്ളവരായിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ഡ്രസ്സപ്പ് ചെയ്ത് നടക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് അല്ലെങ്കിൽ നോർമലി സാധാരണ കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നതാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ഇടാതെ വെച്ചേക്കുന്ന ഏതെങ്കിലും ഡ്രസ്സോ ആക്സസറീസോ അല്ലെങ്കിൽ ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ടാവും, ആ കമ്മൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പുതിയ വാച്ച് വാങ്ങിയിട്ടുണ്ടാവും, അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടാവും, അത് ഇടാൻ ധൈര്യമില്ലാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളതൊന്ന് യൂസ് ചെയ്യാതെ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന്, അതായത് ആക്സസറി എങ്കിലും ആക്സസറി നിങ്ങൾ നോർമലി ഇടുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഒന്ന് പെയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഓക്കെ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ ആക്സസറി ആക്ച്വലി തീരെ ചേരുന്നില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുക, ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കുക. ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കുക. എപ്പോഴും കെട്ടുന്നതിൽ നിന്ന് ഒന്ന് മാറ്റി കെട്ടി നോക്കുക. ഇത് സ്ഥിരമായിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതായിരിക്കണമെന്നോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ മാത്രം ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ആക്സസറിക്ക് പറ്റുന്ന രീതിയിലാണ് ചിലപ്പോൾ ഹെയർ വരുന്നതെങ്കിലോ അതൊരു ചേഞ്ച് അല്ലേ. അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ലേ. അതിൽ നിന്ന് അച്ചീവബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി എനിക്കറിയാം നമ്മളിലുള്ള ഒരുപാട് പേരും ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്തിറങ്ങില്ല എന്ന് പറയുന്നവരാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ലിപ്സ്റ്റിക്കാണ് എന്ന് പറയുന്നവരാണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ വേണമെങ്കിൽ പറ്റും, പക്ഷേ എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാതെ അല്ലെങ്കിൽ ഫിൽഡ് ആയിട്ടുള്ള ഐബ്രോസ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നമ്മളുടെ ഫേസിനെ ഫ്രെയിം ചെയ്യുന്ന എലമെൻറ്റ് ഐബ്രോസ് തന്നെയാണെന്നുള്ളതാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഐബ്രോസ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ പോലീസ് പിടിക്കും എന്നുള്ളത്. ലിപ്സ്റ്റിക്ക് ചേഞ്ച് ചെയ്താൽ ആരും പോലീസ് പിടിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ബിക്കോസ് ഐബ്രോസിന് അത്രത്തോളം പവറുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റീനെ മാറ്റുന്ന രൂപത്തിലുള്ള അത്രയും പവറുള്ള ഒരു എലമെൻ്റാണ് ഐബ്രോസ്. സോ ഐബ്രോസ് ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്ത് നോക്കുക. വളരെ വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പിയറൻസിൽ
പെട്ടെന്ന് വരുത്താവുന്ന ഒരു ചേഞ്ച് കൂടിയാണ് ഈ ഐബ്രോസിൽ വരുത്തുന്ന ചേഞ്ച്. ഇപ്പോൾ ഒരുപാട് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക്, എന്നാൽ ഒരു സട്ടിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബിക്കോസ് എൻ്റെ അടുത്ത് വരുന്ന കുറേ ക്ലയൻസ് എങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, മാമിൻ്റെ അത്രയും എനിക്ക് ഡിഫറൻസ് വേണ്ട, അല്ലെങ്കിൽ അത്രത്തോളം ക്യാരി ചെയ്യാനുള്ളൊരു ഇതിലല്ല, ബിക്കോസ് ഞങ്ങൾ കുറച്ച് റൂറൽ ഏരിയയിലാണ്, അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ നടക്കണമെന്ന് അറിയാമല്ലോ എന്ന് എന്നോട് പറയാറുണ്ട്. ഞാൻ ഒരാളെയും ആക്ച്വലി ഫോഴ്സ് ചെയ്യാറില്ല. നിങ്ങളുടെ ബെറ്റർ വേർഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം മേക്കപ്പിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സട്ടിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഈ പറഞ്ഞ പോലെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതും, മസ്കാര ഇടുക എന്നുള്ളതും, ചെറുതായിട്ട് ലിപ്പിൽ ഒരു പിഗ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതും, ഇത് മൂന്നും ചെയ്താൽ തന്നെ ഒരാളുടെ ഓവറോൾ അപ്പിയറൻസിൽ വളരെ ചേഞ്ച് ഉണ്ടാവും. അത് മാത്രമല്ല, ഇത് ഭയങ്കര സട്ടിലാണ്. ഏത് റൂറൽ ഏരിയയിലും ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇതൊരിക്കലും എന്താ പറയുക, ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇട്ടതുപോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് എന്തോ ചെയ്തിട്ടുള്ളത് പോലെയോ ഒന്നും ഇരിക്കാത്ത സട്ടിലായ നിങ്ങളുടെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണിത് മൂന്നും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ 3 മാസം ഈ മേക്കപ്പ് ആർട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നിങ്ങളെ ഉറപ്പായിട്ടും 2025 ആകുമ്പോഴേക്കും ഒരു പുതിയ ഒരാളായി പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി 4th ടേക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മെൻ്റൽ ട്രാൻസ്ഫോർമേഷനിൽ എടുത്ത ടേക്കാണ്. എനിക്ക് ഒരു എക്സ്ട്രോവേർട്ട് ആകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ആകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഈ പറയുന്നത് പോലെ ഭയങ്കരമായി സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും കുറച്ചൊരു ആക്റ്റീവായി നിൽക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു അഹങ്കാരി ആകുമോ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് തൻ്റേടിയാകുമോ, അങ്ങനത്തെ ഒരു സാധനമാണ് വീട്ടുകാരെപ്പോഴും നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവാതിരിക്കാൻ അവർ മാക്സിമം എന്നെ കൺട്രോൾ ചെയ്തു. എൻ്റെ ഒരു ഓർമ്മയിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ വാനിലാണ് സ്കൂളിൽ പോവുക. അപ്പോൾ സ്കൂൾ വാനിൽ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് സ്കൂൾ വാനിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ കുറച്ച് ഭയങ്കര സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാറാണ് നോർമലി ചെയ്യുക. ബിക്കോസ് അങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നാണ് വീട്ടുകാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ എന്താ പറയുക, എൻ്റെ സ്കൂളിലെ വാനിൽ നമ്മൾ ക്ലീനർ എന്ന് പറയില്ലേ, കിളി എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ പുള്ളീനെ കളിയാക്കിയിട്ട് ഇങ്ങനെ ഇരട്ടപ്പേര് വിളിക്കുക, വെറുതെ ഒരു പേരിട്ടിങ്ങനെ വിളിക്കുക. അതായത് ഞങ്ങളെല്ലാം കൊച്ചു കുട്ടികളാണ് കേട്ടോ, അതായത് ഒരു 2nd സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന അത്രയുള്ള ചെറിയ കുട്ടികളാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു പേരിട്ട് വിളിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതും ഈ സ്മാർട്ട്നെസ്സിൻ്റെ ഭാഗമാണെന്നാണ്. അപ്പോൾ കുറച്ച് സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ പറ്റണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും ആക്ച്വലി ആ കൂട്ടത്തിൽ ചേർന്നിട്ട് അങ്ങനെ ഒന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു തവണ എന്ത് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീടെത്തിയപ്പോൾ, അപ്പോൾ ഞാൻ സ്കൂൾ വാനിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അപ്പോൾ പുള്ളിയാണല്ലോ ബാഗ് എടുത്ത് തരാം. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നീ എന്നെ എന്താ വിളിച്ചത്, മാങ്ങാത്തൊലിന്നോ, അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇതെൻ്റെ അമ്മ കേട്ടു. അത് അന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ടീനേജ് പ്രായം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണ പ്രായമൊക്കെ എത്തുന്ന സമയത്ത് നമ്മളുടെ വീട്ടിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൂട്ടിയിട്ട് നമ്മളെ ഹരാസ് ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ, സെയിം അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് എനിക്ക് അന്ന് എൻ്റെ വീട്ടിൽ നിന്നുണ്ടായത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി, വേണ്ട, സ്മാർട്ട് ആവണ്ട, ഓവർ സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് ആവശ്യമേ ഇല്ലാത്തൊരു കാര്യമാണ്. മിണ്ടാതെ ഇങ്ങനെ പോയാൽ മതി, സൈലൻ്റ് ആയിട്ട് പോയാൽ മതി, ആരും നമ്മളെ അധികം ശ്രദ്ധിക്കാൻ പാടില്ല, ആരും നമ്മളെ നോക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം ആക്ച്വലി എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പിന്നീടുള്ള എൻ്റെ വർഷങ്ങളാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഒരു പീരീഡിൽ ഞാൻ വിചാരിച്ചു ഞാനൊരു ലിസണറാണെന്ന്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എന്നെ കുറച്ച് പരിചയമുള്ളവരൊക്കെ ആണെങ്കിലും എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും, എന്നോട് അവരുടെ വിഷമങ്ങൾ പറയും, അവരുടെ സങ്കടങ്ങൾ പറയും, അവർ ഹീലാവുന്നുണ്ടെന്ന് അവർ പറയും, എന്നിട്ട് അവർ പോവും. ഇതാണ് കുറേ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ലിസണറായി മാറിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ആരാ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് വളരെയധികം കുറവായിരുന്നു. മാത്രമല്ല, സംസാരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ഷുവറല്ലാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നുക. എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തോന്നും. അങ്ങനെയൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ, എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങൾ പോലും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് നൗ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ലോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളൊരു 5 സെക്കൻഡ് റൂള് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് 5 സെക്കൻഡ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയണം അല്ലെങ്കിൽ ഒരു ആക്ഷൻ അപ്പം എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കൂടുതൽ ഓവർ തിങ്ക് ചെയ്താലാണ് നമ്മളത് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആക്ഷനിലേക്ക് എടുക്കാതിരിക്കുക. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം കൗണ്ട് ചെയ്യുക. 1 2 3 4 5. ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആക്ഷൻ എടുത്തുകൊള്ളുക. അതായത് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ കൗണ്ട് ഡൗൺ ചെയ്യുക. 5 കൗണ്ട് ഡൗൺ ചെയ്തതിന് ശേഷം അപ്പം സംസാരിച്ച് തുടങ്ങുക. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന് മറന്നുപോകും ഓവർ തിങ്ക് ചെയ്യണം എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ ആ സമയം കൊടുക്കുകയാണെങ്കിൽ ബ്രെയിൻ കുറേ ഓവർ തിങ്ക് ചെയ്ത് ചിലപ്പോൾ നമ്മൾ സംസാരിക്കില്ല. അതായത് ഇപ്പോൾ സപ്പോസ് ഓഫീസിൽ നമ്മളുടെ ഒരു ബോസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഒരു ഹയർ അതോറിറ്റിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്പീച്ച് നടത്തേണ്ട സമയത്ത്, അതല്ലെങ്കിൽ കുറച്ചധികം മനുഷ്യന്മാരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ, കുറച്ചധികം മനുഷ്യന്മാരെ കാണേണ്ടി വരുമ്പോൾ, അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു റൂള് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറേ അധികം പേർക്ക് എനിക്കറിയാം, ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ഒരുപാട് അധികം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നാണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും. മാത്രമല്ല അതായത് നമ്മളൊരു കുറച്ച് നേരം, അതായത് ഒരു 4-5 സെക്കൻഡ് നമ്മൾ ഒരാളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ എങ്ങോട്ടോ നോക്കി സംസാരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നോക്കാൻ പോലും പേടിയായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആളുടെ പുരികത്തിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുക, അതല്ലെങ്കിൽ കണ്ണിന് താഴേക്ക് ഇവിടേക്ക് നോക്കിയിട്ട് സംസാരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ വിചാരിക്കും അയാളുടെ കണ്ണിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നതെന്ന്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ നേരെ നോക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെ ആരും നോക്കാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് നമ്മൾ ഐബ്രോസിലേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ താഴേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി വളരെ കറക്റ്റായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാണുന്നവർക്ക് അവരോട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇത് ആക്ച്വലി വൺസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂളായിട്ട് സംസാരിക്കാൻ പറ്റും. ബിക്കോസ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ മനസ്സിലാവുമല്ലോ. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാം, ആളുടെ കണ്ണിൽ നോക്കി സംസാരിച്ചാലും പ്രശ്നമില്ല എന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ കോൺഫിഡൻസ് സംസാരിക്കുന്നതിൽ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. ഇതിപ്പോൾ ഒക്ടോബർ ആയിട്ടുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ 3 മാസം കറക്റ്റ് നമ്മളുടെ സ്കിന്നിനായിക്കോട്ടെ, വെയിറ്റ് ലോസിനായിക്കോട്ടെ, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനായിക്കോട്ടെ, ഏത് സാധനത്തിലും നമ്മൾ ഒരു ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ചേഞ്ച് സംഭവിക്കാൻ മാക്സിമം വരേണ്ടത് ഒരു 3 മാസമാണ്. ആ 3 മാസമാണ് ആക്ച്വലി ഇനിയുള്ള സമയം. ഈ 3 മാസത്തെ അങ്ങനെ തന്നെ കാണുക, അല്ലാതെ 2025 ആവട്ടെ എന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ന് വിചാരിക്കാതെ. സോ എല്ലാവരും ഇതുവരെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, ഇതുവരെ അതിനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. ആൻഡ് ഓൾസോ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസിന് പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോൾ ഈ വീഡിയോ വന്ന് വീണ്ടും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ളത്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഓരോരുത്തർക്കും ഈ 3 മാസത്തിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണം എന്ന് ഓരോരുത്തർക്കും ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതായത് വെയിറ്റ് ലോസ് ആണോ, അല്ലെങ്കിൽ മെൻ്റലി ഉള്ള ട്രാൻസ്ഫോർമേഷൻ ആണോ, അല്ലെങ്കിൽ സ്കിന്നിനുള്ള ട്രാൻസ്ഫോർമേഷൻ ആണോ, മേക്കപ്പിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണോ, ഏത് ചേഞ്ചസ് ഒക്കെയാണ് വരുത്തേണ്ടത്, ഈവൻ ഫിനാൻഷ്യലി ഉള്ള ചേഞ്ചസ് ആണോ, എന്താണെങ്കിലും എന്ത് ചേഞ്ച് ആണോ വരുത്തേണ്ടത്, ആ ചേഞ്ച് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 2025 ആവുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഈ വീഡിയോ എടുത്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.